നമസ്കാരം. മെഡിക്കൽ ഡോക്ടറുടെ നേതൃത്വത്തിൽ ലൈംഗിക പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ ചികിത്സ നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ISRM. ISRMൽ ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സകളും ലൈംഗിക പ്രശ്നങ്ങൾ മൂലം ഉടലെടുക്കുന്ന വന്ധ്യതയ്ക്കുള്ള ചികിത്സകൾ മാത്രമാണ് ഇവിടെ നൽകുന്നത്. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ത്രീ ലൈംഗികതയെക്കുറിച്ചും പുരുഷ ലൈംഗികതയെക്കുറിച്ചുമാണ്. അവ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. ISRMലെ ഡോക്ടർ അജയൻ വർഗീസ് സാർ നമ്മോട് കൂടെയുണ്ട്. നമുക്ക് കൂടുതലായും ചോദിച്ചറിയാം. സാർ, പുരുഷ ലൈംഗികതയും സ്ത്രീ ലൈംഗികതയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് സാർ ഒന്ന് ചർച്ച ചെയ്യും. പുരുഷ ലൈംഗികതയും സ്ത്രീ ലൈംഗികതയും തമ്മിൽ പല കാര്യങ്ങൾ കൊണ്ടും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുണ്ട്. അതായത് ലൈംഗിക ആഗ്രഹത്തിൽ, ലൈംഗിക അനുഭൂതിയിൽ, ലൈംഗിക അതിക്രമങ്ങളിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പുരുഷ ലൈംഗികതയിലും സ്ത്രീ ലൈംഗികതയിലും നമുക്ക് വ്യത്യാസങ്ങൾ കാണാം. എന്നിരുന്നാലും ലൈംഗികമായിട്ടുള്ള ആഗ്രഹം ആർക്കാണ് കൂടുതൽ, ആർക്കാണ് കുറവ്, ഇതൊന്നും നമുക്കൊരു അളവ് പോലും കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നതല്ല. എന്നിരുന്നാലും വളരെ വ്യക്തമായ നമുക്ക് ലഭിക്കുന്ന ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീക്കാണോ കൂടുതൽ ലൈംഗിക ആഗ്രഹം, പുരുഷനാണോ ലൈംഗിക ആഗ്രഹം എന്നൊക്കെ ചില സർവേകളും അനുമാനങ്ങളുമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതിലൊന്നും വലിയ അടിസ്ഥാനമില്ലെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്നാൽ ലൈംഗിക ആഗ്രഹങ്ങളുടെ കാര്യത്തിൽ രണ്ടു കൂട്ടർക്കും, പുരുഷനും സ്ത്രീക്കും ഏറെക്കുറെ ഒരേപോലെയാണ് ആഗ്രഹങ്ങളുള്ളത്. അതൊരു അളവുകോൽ കൊണ്ട് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല. സാർ, ലൈംഗികതയിൽ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് പുരുഷന്മാരാണല്ലോ. സ്ത്രീകൾ പൊതുവെ ഇതിൽ കുറവാണെന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് സാറിൻ്റെ ഇതിൻ്റെ അഭിപ്രായം? ഇതൊക്കെ തെറ്റായ ഒരു ധാരണയാണ്. ലൈംഗിക ആഗ്രഹം പുരുഷനും സ്ത്രീക്കും ഒരുപോലെ തന്നെയാണുള്ളത്. എന്നാൽ പ്രകടനപരത, അതായത് ലൈംഗിക ആഗ്രഹം കൂടുതലായി പ്രകടിപ്പിക്കുന്നത് ചിലപ്പോൾ പുരുഷനായിരിക്കാം. അതുകൊണ്ടായിരിക്കാം പുരുഷനാണ് ലൈംഗിക ആഗ്രഹം കൂടുതലുള്ളതെന്നും സ്ത്രീക്ക് ലൈംഗിക ആഗ്രഹം കുറവാണെന്നുമൊക്കെ അനുമാനിക്കുന്നത്. ഇതൊക്കെ തെറ്റാണ്. ശരിക്കും സ്ത്രീക്ക് ലൈംഗികാഗ്രഹം പുരുഷനെ പോലെ തന്നെയുണ്ട്. ആ ലൈംഗികാഗ്രഹം പ്രകടിപ്പിക്കുന്നതിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അത് സാമൂഹ്യമായ ചില കാഴ്ചപ്പാടുകളുടെ, അല്ലെങ്കിൽ മതപരമായ ചില നിബന്ധനകളുടെ, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈംഗികാഗ്രഹം ഉടലെടുത്തു വന്നാൽ അത് കടിച്ചമർത്തി നിൽക്കുവാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടെന്നുള്ളതല്ലാതെ ലൈംഗികാഗ്രഹം ഇല്ലാത്ത, അല്ലെങ്കിൽ ലൈംഗികമായിട്ട് മ്യൂട്ടായിട്ടുള്ള ഒരു വ്യക്തിത്വമൊന്നുമല്ല സ്ത്രീയെ. എന്നാൽ ഇന്ന് കാലഘട്ടം മാറി വരുന്നുണ്ട്. പല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗികാഗ്രഹം ഉടലെടുക്കുകയാണെങ്കിൽ അവരത് പ്രകടിപ്പിക്കുന്നതായി പോലും കാണുന്നുണ്ട്. എന്നാൽ ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് സ്ത്രീകൾ ചില നിബന്ധനകൾക്ക് വിധേയരാകുന്നു എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ ലൈംഗികാഗ്രഹം ഇല്ലാത്ത ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ലൈംഗികാഗ്രഹം സ്ത്രീകൾക്ക് കുറവാണെന്നൊന്നും പറയാൻ കഴിയില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഇത് പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ പുരുഷൻ കുറച്ചുകൂടി മുൻപന്തിയിലാണ്. എന്നാൽ സ്ത്രീകൾ ചില രീതിയിൽ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ലൈംഗികാഗ്രഹം എന്ന രൂപത്തിലല്ല. ചിലപ്പോൾ നമ്മുടെ കാൽനഖം കൊണ്ടൊരു വര വരച്ചു എന്നൊക്കെ പറയുന്നുണ്ടും ചില ലക്ഷണങ്ങൾ അവിടെ പ്രകടിപ്പിക്കാറുണ്ട്. അത് ജന്തുക്കളിലും കൂടുതലായിട്ട് കാണുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികാഗ്രഹം ഇല്ല എന്നല്ല. ഇപ്പോൾ കോഴിയാവട്ടെ, അങ്ങനെയുള്ള ഇതാവട്ടെ, പുരുഷനാണ് മുൻപന്തിയിലേക്ക് വരുന്നത്. എന്നാൽ ഒറാങ്ങൂട്ടൻ വർഗത്തിൽ അത് വ്യത്യാസമാണ്. സ്ത്രീയാണ് മുൻകൈ എടുക്കുന്നതായി കാണുന്നത്. അപ്പോൾ ലൈംഗിക ആഗ്രഹം ആർക്കാണ് കൂടുതലെന്നുള്ളത് ചോദിച്ചാൽ ലൈംഗിക ആഗ്രഹം രണ്ടു കൂട്ടർക്കും ഒരുപോലെയാണുള്ളത്. അത് അടിച്ചമർത്തപ്പെടുകയാണോ അതോ കടിച്ചമർത്തപ്പെടുകയാണോ എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ നിബന്ധനകൾ, അതായത് സാമൂഹ്യമായ, സാംസ്കാരികമായ, മതപരമായ നിബന്ധനകൾ മൂലം സ്ത്രീകൾക്ക് ലൈംഗികമായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് കുറവാണെന്ന് മാത്രം. കാലഘട്ടത്തിനനുസരിച്ച് അത് മാറി വരുന്നുണ്ട്. അപ്പോൾ ഈ പുരുഷന് ലൈംഗിക ആഗ്രഹം കുറവാണെങ്കിൽ അതെന്തെങ്കിലും ലൈംഗിക പ്രശ്നങ്ങൾ എന്നാണോ സാർ ഉദ്ദേശിക്കുന്നത്? അല്ല, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികാഗ്രഹം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈംഗിക രോഗങ്ങളുടെ പ്രശ്നമാകാം, ഹോർമോൺ തകരാറുകളാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിനു മുമ്പുണ്ടായിരിക്കുന്ന ചില തിക്ത അനുഭവങ്ങളുടെ പ്രതിഫലനമാകാം അത്. അതല്ലാതെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികാഗ്രഹം ഉടലെടുക്കരുതെന്നല്ല, ലൈംഗികാഗ്രഹം ഉണ്ടാവും. അത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവിടെയും ഒരു കാര്യമുണ്ട്. സാമൂഹ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ചില ചുറ്റുപാടുകളിൽ അങ്ങനെ ആയിക്കൂടാ എന്നുള്ളൊരു നിബന്ധന, അല്ലെങ്കിൽ ഒരു സാംസ്കാരികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിലൊക്കെ വ്യത്യാസം വരുമ്പോൾ ചില പുരുഷന്മാർ ഒരു സ്ത്രീയെ കണ്ടാൽ അവരോട് ലൈംഗിക ആഗ്രഹം പ്രകടിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടി ലൈംഗിക ആഗ്രഹം പ്രകടിപ്പിക്കാതെ അച്ചടക്കത്തോടെ മുന്നോട്ട് പോകുന്നതായി കാണാം. എന്നാൽ അത് ബയോളജിക്കലല്ല, അതായത് അവരുടെ ശരീരശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രകടനമല്ല, അതേസമയത്ത് സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രകടനം മാത്രമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ സർ.
നീലചിത്രങ്ങൾ കാണുക, സ്വയംഭോഗം ചെയ്യുക എന്നീ കാര്യങ്ങളിൽ പുരുഷനാണ് മുൻപന്തിയിൽ എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. എന്താണ് അതിനകത്ത് പറയപ്പെടുന്നത് മാത്രമല്ല, അല്പം വാസ്തവം ഇല്ലാതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വയംഭോഗം ചെയ്യുന്ന കാര്യത്തിലും നീലചിത്രങ്ങൾ കാണുന്നതിലും ആൺകുട്ടികൾക്കാണ് കൂടുതലായി അവസരം ലഭിക്കുന്നത്. ആ ആൺകുട്ടികൾക്ക് അങ്ങനെ കൂടുതലായി അവസരം ലഭിക്കുന്നതുകൊണ്ട് അവർ സ്വയംഭോഗത്തിലേക്കും നീലചിത്രങ്ങൾ കാണുന്നതിലേക്കും നീങ്ങിപ്പോകാറുണ്ട്. എന്നാൽ ഇന്ന് കാലഘട്ടം മാറി പെൺകുട്ടികളും നീലചിത്രങ്ങൾ കാണുകയും അതുപോലെ തന്നെ സ്വയംഭോഗം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ലൈംഗികമായിട്ടുള്ള വികാരം അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ആഗ്രഹം പുരുഷനാണ് കൂടുതലെന്ന് പറയാൻ കഴിയില്ല. അവർക്ക് അത്തരം അവസരം ലഭിക്കുന്നു. അവസരം ലഭിക്കുന്നത് കൊണ്ട് അവരങ്ങനെ ആയിത്തീരുന്നു എന്ന് മാത്രം. അത് ലൈംഗികമായിട്ട് അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ സ്ത്രീകളും അതുപോലെ തന്നെ നീലചിത്രങ്ങൾ കാണുവാനുള്ള സാധ്യതയുണ്ട്, പിന്നെ സ്വയംഭോഗം ചെയ്യുവാനുള്ള സാധ്യതയുമുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള നമ്മളുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ ശരീരപരമായ നമ്മുടെ പല ആഗ്രഹങ്ങളെയും ലൈംഗിക കാര്യത്തിൽ നാം അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അഥവാ അടിച്ചമർത്താൻ സമൂഹം നമ്മളെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ കൂടുതൽ കിട്ടുന്നു. കുറച്ചുകൂടി സ്വാതന്ത്ര്യമുള്ള ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിലാണല്ലോ നാം ജീവിച്ചു വരുന്നത്. അതൊക്കെ മാറി വരാൻ കാലമെടുക്കുമെങ്കിലും മെല്ലെ മെല്ലെ അതിനകത്ത് മാറ്റങ്ങൾ കാണുന്നുണ്ട്. അത്തരം മാറ്റങ്ങൾ പൊതുവെ ഇപ്പോൾ പ്രകടവുമാണ്. സാറ് പറഞ്ഞല്ലോ ഇതൊക്കെ അടിച്ചമർത്തപ്പെടാന്ന് പറഞ്ഞല്ലോ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിലൂടെ ലൈംഗിക പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും ഇല്ലേ? അല്ല, അടിച്ചമർത്തപ്പെടുക എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചില നിബന്ധനകൾക്ക് വിധേയമായി അങ്ങനെയേ ജീവിക്കാവുള്ളൂ, ഇങ്ങനെയേ ജീവിക്കാവുള്ളൂ. ആ രീതിയിൽ ഒരു പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് പോകാൻ ഇടത്തോട്ടും വലത്തോട്ടും നോക്കാതെ നേരെ മാത്രം പോകണമെന്ന് നിർബന്ധിക്കുന്ന കുറേ അച്ഛനമ്മമാരുണ്ടായിരുന്നു. സമൂഹവും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. ഇന്ന് കാലഘട്ടം മാറി ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തിടപഴകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ അടിച്ചമർത്തപ്പെടുന്ന ഏത് ലൈംഗികതയും ലൈംഗിക പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട്, സംശയമില്ല. ഇന്ന് അടിച്ചമർത്തലുകൾ മെല്ലെ മെല്ലെ കുറഞ്ഞു വരികയാണ്. ലൈംഗികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വയംഭോഗത്തിൻ്റെ കാര്യത്തിലായാലും നീലചിത്രങ്ങളുടെ കാര്യത്തിലായാലും മറ്റ് ലൈംഗിക ബന്ധത്തിൻ്റെ കാര്യത്തിലായാലും ശരി ഇന്ന് കാലഘട്ടം വല്ലാതെ മാറി വരുന്നതായി കാണാം. അത് നമ്മൾ അടിച്ചമർത്തുന്നതുകൊണ്ട് അസുഖങ്ങൾ വരില്ല എന്ന് ചോദിച്ചാൽ ഏത് സംഗതിയെ അടിച്ചമർത്തിയാൽ ലൈംഗികമായ പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ സാർ, ഏത് പ്രായത്തിലാണ് സ്ത്രീക്കും പുരുഷനും ലൈംഗികത ഉടലെടുക്കുന്നത്? അങ്ങനെ ഒരു പ്രായത്തിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഗർഭപാത്രം മുതൽ മരണം വരെ ലൈംഗികത നിലനിൽക്കുന്ന ഒന്നാണ്. അത് സ്ത്രീക്കായാലും ശരി പുരുഷനായാലും ശരി ലൈംഗികത ഉടലെടുക്കുന്നതായി കാണാം. ഇനി ഗർഭപാത്രത്തിനകത്ത് കിടന്ന് സ്വയംഭോഗം ചെയ്യുന്ന ചില ചിത്രങ്ങളും മറ്റും സ്കാനിങ് ചിത്രങ്ങളും മറ്റും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈംഗികത ഏത് പ്രായത്തിൽ ഉടലെടുക്കുന്നു വെച്ചാൽ അത് ജീവനുള്ള ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം, വസ്തുവെന്ന് ഞാനിവിടെ പറയുന്നത് ശരിയല്ല, ജീവനുള്ള ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ ജീവനുണ്ടാകുന്നോ അന്ന് മുതൽ ലൈംഗികതയുണ്ട്. അതിൻ്റെ മരണം വരെ ലൈംഗികത അതിൻ്റെ കൂടപ്പിറപ്പാണ്. അപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ലൈംഗികത എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം അനുഭവപ്പെടുന്നത് ഫാലിക് സ്റ്റേജിലാണ്. അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു പ്രായമാണ് ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ കൈവിരലുകൾ മിക്കപ്പോഴും ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതായി കാണാം. ജനനേന്ദ്രിയം അഥവാ ലിംഗമോ യോനിയോ തിരുമ്മിക്കൊണ്ടിരിക്കുന്നതും അത് റബ്ബ് ചെയ്യുന്നതും ചില കുട്ടികൾ കുറച്ചുകൂടെ തീവ്രമായി അത് ഒരു സ്വയംഭോഗത്തിന് തുല്യമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതായി കാണാം. മാത്രമല്ല ആ പ്രായത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചുണ്ടെങ്കിൽ അവർ കെട്ടിപ്പിടിക്കുന്നതും അതുപോലെ തന്നെ ചുംബനം നൽകുന്നതും ഒക്കെ കാണാൻ കഴിയും. ഈ 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള കൊച്ചു കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് ലൈംഗികതയുടെ ഒരു പ്രകടനം മാത്രമാണ്. അപ്പോൾ അതിന് നമ്മൾ സാധാരണഗതിയിൽ അതിനെ അധികരിച്ച് കാണുകയാണെങ്കിൽ രക്ഷിതാക്കൾ അവരെ മർദ്ദിക്കുന്നതും ശിക്ഷിക്കുന്നതും ഒക്കെ കാണാം. ഇത് തെറ്റായൊരു നടപടിയാണ്. അവരെ അതിൽ നിന്ന് അകറ്റി നിർത്തുകയല്ലാതെ ആ പ്രായത്തിൽ അവരെ ശിക്ഷിക്കുകയല്ല വേണ്ടത്. ലൈംഗികമായിട്ടുള്ള അതായത് ഒരു ഉത്തേജനം അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ആഗ്രഹം എല്ലാം അവരറിയാതെ തന്നെ അവരുടെ മനസ്സിൽ ഈ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ഫാലിക് സ്റ്റേജിൽ ഉടലെടുക്കുന്നുണ്ട്. ആ ഫാലിക് സ്റ്റേജിൽ അത് ഉടലെടുക്കുന്നത് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ലൈംഗിക വളർച്ചയ്ക്കും ലൈംഗികമായിട്ടുള്ള ഒരു സംതൃപ്തി ലഭിക്കുന്നതിനും മറ്റും ഗുണകരമാകാറുമുണ്ട്. അപ്പോൾ ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത് 3 വയസ്സിൽ മുതൽ 6 വയസ്സ് വരെയുള്ളതാണ്. ആ 6 വയസ്സിൽ
ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഏറെക്കുറെ ലൈംഗിക ആഗ്രഹങ്ങളുടെ കാര്യത്തിലും ലൈംഗികമായിട്ടുള്ള അനുഭൂതിയുടെ കാര്യത്തിലും എല്ലാം തുല്യമായാണ് കാണുന്നത്. പിന്നീടാണ് സമൂഹം അവരെ അടിച്ചമർത്തലിലേക്കും അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്നതിലേക്കും കൊണ്ടുവരുന്നത്. സാർ, ഈ സ്റ്റേജിനെ കുറിച്ചിട്ട് സൈക്കോളജിക്കലായിട്ടുള്ള നമ്മുടെ BEd ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഒരു ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു ചാപ്റ്ററിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഈ ഒരു പ്രായത്തിലുള്ള ആൺകുട്ടികൾ അമ്മയോടാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റത്തെ പ്രണയം തോന്നുന്നത്. പെൺകുട്ടികളാണെങ്കിൽ അച്ഛനോടാണ് പ്രണയം തോന്നുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണോ ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്നത്? അതെ, ഈ ഫ്രോയിഡിൻ്റെ എന്ന മനഃശാസ്ത്രജ്ഞൻ്റെ ഒരു തിയറിയാണ് എലക്ട്ര കോംപ്ലക്സും ഇഡിപ്പസ് കോംപ്ലക്സും ഒക്കെ. അപ്പോൾ ഈ ഒരു തിയറി അത് എത്രത്തോളം വ്യക്തമാണെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും അങ്ങനെ ഒരു ധാരണ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ശരി, ആൺകുട്ടികളും പെൺകുട്ടികളും ഈ പ്രായത്തിൽ കൂടുതലായും കണ്ടുവരുന്നത് അവരുടെ സമപ്രായക്കാരായ പെൺകുട്ടികളോട് അല്ലെങ്കിൽ ആൺകുട്ടികളോട് ലൈംഗികമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചോണം ഇത് ചുംബനം നൽകുക, കെട്ടിപ്പിടിക്കുക, ആലിംഗനം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ കണ്ടുവരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ലൈംഗികമായിട്ടുള്ള ഇത് പ്രകടമായി കാണപ്പെടുന്നത് ഈ സ്റ്റേജിലാണ്. അതിൽ ആൺകുട്ടിക്ക് അമ്മയോടും പെൺകുട്ടിക്ക് അച്ഛനോടും എന്നൊക്കെ ഫ്രൂയിഡ് ഒരു തിയറി വാർത്തെടുത്തിട്ടുണ്ട്. അത് പ്രായോഗികമായിട്ട് അല്ലെങ്കിൽ അതിനെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്നിരുന്നാലും പരിപൂർണമായിട്ട് അതിനെ തള്ളിക്കളയാനും കഴിയുകയില്ല. സാർ, ലൈംഗിക അതിക്രമങ്ങളിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് പുരുഷന്റെ പേരുകളാണ്. അല്ല, പേരുകൾ മാത്രമല്ല, പുരുഷനാണ് കൂടുതലായിട്ട് ലൈംഗിക അതിക്രമങ്ങളിലേക്ക് മുൻപന്തിയിൽ വരാറുള്ളത്. പക്ഷെ ഒരു സ്ത്രീ ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്ന് നമ്മൾ കേട്ടിട്ടില്ല, അധികമായിട്ട് കേട്ടിട്ടില്ല. എന്താണ് ഇതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം? ഇതൊക്കെ അവസരങ്ങളുടെ കാര്യം മാത്രമാണ്. എന്നാലും പുരുഷ ഹോർമോൺ, അതായത് ടെസ്റ്റോസ്റ്ററോൺ അല്പം ആക്രമം കാണിക്കുവാൻ പ്രവണത നൽകുന്നുവെന്നാണ്. അതുപോലെ തന്നെ ലൈംഗിക അതിക്രമത്തിന് മസിൽ പവറുമായിട്ടുള്ള ബന്ധം പറയുകയാണെങ്കിൽ ഈ ടെസ്റ്റോസ്റ്ററോൺ തന്നെയാണ് മസിൽ പവറും മറ്റും ഉണ്ടാക്കുന്നത്. കൂടുതലായാലും ലൈംഗിക അതിക്രമങ്ങളിലേക്ക് വരുന്നത് പുരുഷൻ തന്നെയാണ്, അല്ലാതെ സ്ത്രീകളല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്ത്രീക്ക് കുറച്ചുകൂടി ലൈംഗിക ആഗ്രഹം ഉടലെടുത്താൽ പോലും അത് കടിച്ചമർത്തി നിൽക്കുവാനുള്ള കഴിവുണ്ട്. ആ കഴിവുള്ളതുകൊണ്ട് അവർ ഈ രീതിയിലുള്ള എടുത്തുചാട്ടങ്ങളിലേക്ക് പോകാറില്ല, അത്രമാത്രം. എന്ന് കരുതി അങ്ങനെ പുരുഷനെ ബലാത്സംഗം ചെയ്യാത്ത, ഒരിക്കലും പുരുഷനെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യില്ല എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ഈ ഇടയ്ക്ക് പത്രത്തിൽ വായിക്കുകയുണ്ടായി, 50 വയസ്സായ ഒരു സ്ത്രീ 8 വയസ്സായ ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്തതായിട്ട്. അത്തരം കാര്യങ്ങൾ പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ലൈംഗികതയെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങളാണ് അതിനകത്ത് പ്രശ്നം. പിന്നീട് മസിൽ പവറും അതുപോലെ തന്നെ സാഹചര്യങ്ങളുടെ ഇതുമെല്ലാം നോക്കുമ്പോൾ പുരുഷന്മാർ തന്നെയാണ്, ബയോളജിക്കലായിട്ടും പുരുഷന്മാർ തന്നെയാണ് ലൈംഗിക അതിക്രമം കാണിക്കുന്നതിൽ കൂടുതലായും കണ്ടുവരുന്നത്. ഈ ലൈംഗിക ആക്രമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിക്രമം എന്ന് പറയുന്നത് പുരുഷൻ്റെ ഒരു കൂടപ്പിറപ്പ് തന്നെയാണ്. ഏതെങ്കിലും രൂപത്തിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുവാൻ അവന് സാധിക്കാതെ വന്നാൽ അതിനുള്ള ഒരു മാർഗമായിട്ട് ബലാത്സംഗത്തെ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള പ്രവൃത്തികളിലേക്ക് അവൻ പോകാറുണ്ട്. കൂടുതലും വോയറസവും മറ്റും, അതായത് ഒളിഞ്ഞു നോട്ടം, അതുപോലെ തന്നെ തുണി പൊക്കി കാണിക്കുക, ഇത്തരം എക്സിബിഷനിസം, ഇതൊക്കെ കൂടുതൽ കണ്ടുവരുന്നത് പുരുഷന്മാരിലാണ്. അത് സമൂഹത്താൽ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടൊന്നുമല്ല, അവരുടെ ബയോളജിക്കൽ പ്രോപ്പർട്ടി തന്നെയാണെന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുക. അതപ്പോൾ ശരിക്കും അസുഖമല്ലേ, ഒരു മാനസിക? നമ്മളിതിനെ അസുഖം എന്ന് പറയുന്നത്, ഇപ്പോൾ ബലാത്സംഗം ഒരു അസുഖമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതൊരു അസുഖമാണ്. സമൂഹത്തിന് ഉതകാത്ത എന്തിനേയും നമുക്ക് അസുഖമെന്നേ പറയാൻ കഴിയുള്ളൂ. മാത്രമല്ല, ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോർമോൺ ലെവല്, അതുപോലെ ക്രോമോസോം ലെവല്, ഇതിനെല്ലാം വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ സെക്ഷലി വയലൻ്റ് ആവുന്നതായി കാണുന്നുണ്ട്. അത്തരം വയലൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഏതെങ്കിലും രൂപത്തിലുള്ള ഇതിലേക്ക് പോവുകയും ചെയ്യും. ശിക്ഷ കൊണ്ടൊന്നും ഈ കാര്യത്തിൽ അത്ര വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നിട്ടും വീണ്ടും ബലാത്സംഗം ചെയ്യുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്ത്രീകളോട് അതിക്രമം കാണിക്കുന്ന ഒട്ടനവധി കുറ്റവാളികളെ നമുക്ക് കാണുവാൻ കഴിയും. അത് മറ്റൊരു കാര്യമാണ്. അതിന് ആ രീതിയിലുള്ള ചികിത്സ നൽകുകയാണ് വേണ്ടത്. അതിലത് കേവലം ജയിലിൽ ഇട്ടതുകൊണ്ട് മാത്രം അതിനകത്ത് മാറ്റം വരുത്തുവാൻ കഴിയില്ല. ഏതായാലും ലൈംഗിക അതിക്രമങ്ങളുടെ കാര്യത്തിൽ സ്ത്രീയെ അപേക്ഷിച്ച് പുരുഷനാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. സ്ത്രീകളും ലൈംഗിക അതിക്രമത്തിന് മുതിരാറുണ്ട്. എന്നാൽ ലൈംഗിക ആഗ്രഹം ഒരു സ്ത്രീക്ക് ഉടലെടുത്താൽ ചില സൂചനകൾ വഴി അത് തൻ്റെ പുരുഷനെ അല്ലെങ്കിൽ ആ തനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ അറിയിക്കുന്ന കാര്യത്തിൽ
സ്ത്രീകൾ അത്ര മോശക്കാരൊന്നുമല്ല. കാൽനഖം കൊണ്ടൊരു വര വരച്ചെന്നും അതുപോലെ ആ രീതിയിലുള്ള പല കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ചില സിഗ്നലുകൾ നൽകുന്ന കാര്യത്തിലും സ്ത്രീകൾ മുൻപന്തിയിലാണ്. അപ്പോൾ ലൈംഗികതയുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ പൂവൻകോഴി ഓടി നടന്ന് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പിടക്കോഴി അവിടെ ശാന്തമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡാൻസ് ചെയ്യുന്ന കാര്യത്തിൽ പിടക്കോഴി അവിടെ ഡാൻസ് ചെയ്യുന്നത് കാണാം. അപ്പോൾ അവർക്കും ലൈംഗികാഗ്രഹം ഉണ്ടായിരുന്നു. ലൈംഗികമായിട്ട് തന്നെ ഒന്ന് ബലാത്സംഗം ചെയ്യണമെന്ന് പിടക്കോഴി ആഗ്രഹിക്കുന്നുള്ളത് പോലെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുക. മനുഷ്യൻ്റെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ്. ബലാത്സംഗം സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കൂടി തനിക്ക് ലൈംഗികമായിട്ടൊരു ബന്ധം അല്ലെങ്കിൽ ലൈംഗിക വീഴ്ച ആവശ്യമുണ്ടെന്ന് സ്ത്രീ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിനകത്ത് സത്യം. ഇവിടെ അവർക്ക് കൗൺസിലിംഗ് ആണോ, എങ്ങനെയാണ് അവരുടെ പരിഹാരം? പൂവൻകോഴിക്കാണോ? അല്ല, പൂവൻകോഴിക്കല്ല. പൂവൻകോഴിക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ട് കാര്യമില്ല. മാത്രമല്ല കോഴിയുടെ വഴിക്ക് പോട്ടെ. ഈ പുരുഷന്മാരുടെ ഈ അതിക്രമങ്ങൾ ഉണ്ടല്ലോ, അവർക്ക് ഈ ചികിത്സ നൽകുക പറഞ്ഞല്ലോ, അപ്പൊ അവർക്ക് കൗൺസിലിംഗ് കൂടി നൽകുന്നുണ്ടോ? അല്ല, അത് ലൈംഗിക ദാരിദ്ര്യം അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ നമുക്ക് കൗൺസിലിംഗ് നൽകിയിട്ടോ അത് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗികമായിട്ടുള്ള ആഗ്രഹം നിറവേറ്റാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതിപ്പോൾ സമൂഹത്തിൽ അതിനാണ് പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ വേശ്യാലയങ്ങളുള്ള. ഞാനതിന് വേശ്യാലയങ്ങൾക്കെതിരാണ്. എന്നിരുന്നാൽ ശരി, ആ രീതി അല്ലെങ്കിൽ സമൂഹത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇത്തരം അവസരങ്ങളുണ്ടാകുന്നത്. എന്നിട്ട് കൂടി ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങളിലേക്ക് പോകുന്ന പുരുഷന്മാർക്ക് വ്യക്തമായ ചികിത്സ നൽകേണ്ടതുണ്ട്. ചില രാജ്യങ്ങളിൽ കെമിക്കൽ കോട്ടറൈസേഷൻ അങ്ങനെയൊക്കെ ഇത് ചെയ്യാറുണ്ട്, കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്താറുണ്ട്. ഒരു കാര്യം പറയാം, ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ എത്രത്തോളം ഒരു പുരുഷൻ കാണിക്കുന്നു, അതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനനുസരിച്ചുള്ള ചികിത്സകളിലേക്ക് പോവുകയാണ് വേണ്ടത്. സാർ, ഈ ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞല്ലോ ഈ പുരുഷനെ, അപ്പോൾ അവർക്ക് ഹോർമോൺ വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. സാർ പറഞ്ഞിരുന്നു നേരത്തെ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞുള്ള സംഭവം കൂടുതലാവുന്നു. എന്താണ് അതിനെ കുറിച്ചിട്ട് ഒന്ന് വിവരിക്കാമോ സാർ? അതല്ല, ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ അതിക്രമങ്ങളിലേക്ക് കടക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. എതിരിടുക എന്നുള്ളത്, അതായത് വഴക്കുണ്ടാക്കുക, കലഹിക്കുക, ഇതിനൊക്കെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ കുറയുകയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിക്രമങ്ങളിലേക്കോ അല്ലെങ്കിൽ വഴക്കടിക്കുന്നതിനോ പോകുന്നതായി കാണുന്നില്ല. അത് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഈസ്ട്രജന് അത്രത്തോളം അതിക്രമ വാസനകളില്ല എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈസ്ട്രജൻ മാത്രമല്ല, അവരിലും ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞ അളവിൽ കാണുന്നുണ്ട്. അതിൻ്റെ അളവ് താരതമ്യേന കൂടുകയാണെങ്കിൽ അവരും ലൈംഗിക അതിക്രമങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ലേ എന്നുള്ളത് നാം ചിന്തിക്കേണ്ട വിഷയമാണ്. സാർ, പുരുഷന്മാരുടെ ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ സാർ അതിനെക്കുറിച്ച് കുറച്ച് പറഞ്ഞിരുന്നല്ലോ. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, അപ്പോൾ സ്ത്രീകൾ ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ബലാത്സംഗത്തിന് വിധേയരാകുവാൻ താല്പര്യപ്പെടുന്നു എന്നാണോ സാർ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, അങ്ങനെയല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗിക ആഗ്രഹം ഉടലെടുക്കുകയാണെങ്കിൽ അവർക്ക് ബലാത്സംഗം എന്നുള്ള ലൈംഗിക ബന്ധത്തിലേർപ്പെടുവാൻ അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള സിഗ്നലുകൾ, അതിനുള്ള സൂചനകൾ പുരുഷന് നൽകുന്ന കാര്യത്തിൽ അവർ അവരുടേതായ ചില ശൈലിയിൽ അത് പ്രയോഗിക്കാറുണ്ടെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതേസമയത്ത് സ്ത്രീകളായിട്ട് ഒരു പുരുഷന് ലൈംഗിക അതിക്രമത്തിലേക്ക് അല്ലെങ്കിൽ ബലാത്സംഗത്തിലേക്ക് പോകുന്ന അവസ്ഥ വിരളമാണെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഉണ്ടാകാറുണ്ട്, അപൂർവമായിട്ടുണ്ടാകാറുണ്ട്. സാർ, ബലാത്സംഗത്തിന് വിധേയരാകുന്ന സ്ത്രീകൾ കുറേ കഴിയുമ്പോൾ അവർ അതിന് വിധേയമാകുന്നുണ്ട്, അതായത് ഓക്കെ ആവുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സാർ അവിടെ അങ്ങനെ നടക്കുന്നത്? അല്ല, ബലാത്സംഗം എന്ന് പറയുന്നതിൽ അത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീ ആഗ്രഹിക്കുന്നില്ല, ഒട്ടും ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ എതിർക്കപ്പെടുന്ന ഒരു ബന്ധമാണെങ്കിൽ അവരതിനകത്ത് വഴങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല. അതേസമയത്ത് ഈ ലൈംഗിക ബന്ധം ആഗ്രഹിക്കുകയും അതേസമയത്ത് സാമൂഹ്യമായ ചില ചുറ്റുപാടുകളുടെ അടിസ്ഥാനത്തിൽ അവരതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. എന്നിരുന്നാലും സ്വതസിദ്ധമായ ലൈംഗിക ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ചിലപ്പോൾ ബലാത്സംഗത്തിലേക്ക് പോകുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ സ്ത്രീ അതിന് വഴങ്ങുന്നതായി കാണാം, അഥവാ അതിനോട് ഇഷ്ടപ്പെടുന്നതായി കാണാം. മിക്കപ്പോഴും ബലാത്സംഗത്തിലൂടെ ഗർഭം ധരിക്കുന്നതെല്ലാം ഇത്തരം അവസ്ഥകളിലാണ്. അതല്ലാതെ ബലാത്സംഗം ഒരു സ്ത്രീ സമ്മതിക്കാതെ, സ്ത്രീയുടെ പരിപൂർണമായിട്ടുള്ള സമ്മതമില്ലാതെ യോനിക്കുള്ളിലേക്ക് ലിംഗം കടത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള വല്ല മയക്കുമരുന്നുകളോ അല്ലെങ്കിൽ 3-4 ആൾ പിടിച്ചു നിർത്തി അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ അത് കഴിയുള്ളൂ. അപ്പോൾ ആഗ്രഹം ഉള്ളിലുണ്ട്, എന്നിരുന്നാലും സാമൂഹ്യമായ
അല്ലെങ്കിൽ സാംസ്കാരികമായ ഒരു ധാരണയുടെ പുറത്ത് ഇതിനെ എതിർക്കുന്ന ഒരു അവസ്ഥ വരികയും സെക്ഷൽ സ്റ്റിമുലേഷൻ ഉണ്ടാകുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന ഒരവസ്ഥ വരികയും ചെയ്യുന്ന ഒരവസ്ഥ ബലാത്സംഗത്തിലുണ്ടാകാറുണ്ട്. എന്നിരുന്നാലും അത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ അത് ബലാത്സംഗം തന്നെയായിട്ടാണ് കണക്കിലെടുക്കാറുള്ളത്. അപ്പോൾ സ്ത്രീ വഴങ്ങിയില്ലേ എന്ന് ചോദിച്ചാൽ വഴങ്ങാനുള്ള പ്രേരണ ബലാത്സംഗം വഴിക്കായിരിക്കാം. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഹിറ്റ്ലർ എന്ന സിനിമയിൽ ഒരു സോമൻ ഏതോ ഒരു നടിയെ ഇങ്ങനെ ബലാത്സംഗം ചെയ്യുമ്പോൾ അവളൊന്ന് എതിർത്തിരുന്നെങ്കിൽ എന്നുള്ളൊരു വാക്ക് സോമൻ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ സംഭവം. എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗികമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അത് പുരുഷ സ്പർശം വന്നു കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് അതിന് അനുകൂലമായി നിൽക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിന് ബലാത്സംഗമല്ല എന്ന് പറയാൻ പറ്റില്ല, അത് ബലാത്സംഗം തന്നെയാണ്. സർ, പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ ലൈംഗികതയ്ക്കും പുരുഷ ലൈംഗികതയ്ക്കും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ സർ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫാലിക് സ്റ്റേജിൽ രണ്ട് കൂട്ടർക്കും ഒരേപോലെയാണ് ലൈംഗികത എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ സ്ത്രീകൾ പെട്ടെന്ന് പക്വത കൈവരിക്കുന്നു, വളരെ പെട്ടെന്ന് തന്നെ ആർത്തവം ആരംഭിക്കുന്നു. ആ അവസരങ്ങളിലുമെല്ലാം ലൈംഗികത ഏറെക്കുറെ തുല്യ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. സാമൂഹികമായിട്ട് അതിനെ അടിച്ചമർത്തപ്പെടുന്നുവെന്ന് മാത്രം. ഇനി പ്രായം മുന്നോട്ട് പോകുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവ വിരാമം ഉണ്ടാകുന്നു. ആ ആർത്തവ വിരാമം ഉണ്ടാകുമ്പോൾ അവരുടെ ലൈംഗികത ഏറെക്കുറെ പെട്ടെന്ന് കുറയുന്നതായി കാണാം. അതുപോലെ തന്നെ സ്ത്രീകളുടെ ആർത്തവ ചക്രത്തിനിടയ്ക്ക്, അതായത് പ്രായമായിട്ട് ബന്ധപ്പെട്ടതല്ല, ആർത്തവ ചക്രത്തിനിടയ്ക്ക് ലൈംഗികതയിൽ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. അത് ഞങ്ങളൊരു വീഡിയോയിൽ വേറെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആർത്തവ വിരാമം ഒന്നില്ല. ആൻഡ്രോപാസ് എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അതായത് ഇപ്പോൾ 30 വയസ്സിന് ശേഷം പുരുഷൻ്റെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ മെല്ലെ കുറഞ്ഞ് 1% വെച്ച് ഓരോ വർഷവും കുറഞ്ഞു വരുന്നതായി കാണാം. അങ്ങനെ വരുമ്പോൾ പുരുഷൻ്റെ ലൈംഗികത മെല്ലെ കുറയുന്നുണ്ട്. പ്രായം മുന്നോട്ട് പോകുന്തോറും ഒരു 60-70 വയസ്സൊക്കെ കഴിയുമ്പോൾ പുരുഷൻ്റെ ലൈംഗികതയിൽ വളരെയധികം കുറവ് വരുന്നതായി കാണാം. എന്നാൽ സ്ത്രീ ലൈംഗികത ആ രീതിയിൽ ആർത്തവ വിരാമത്തിന് ശേഷം മെല്ലെ ഉയർന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പ്രായമായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ആഗ്രഹവും ലൈംഗിക വീഴ്ചയ്ക്കുള്ള താല്പര്യവും എല്ലാം കൂടുതലായി കാണുന്നു. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ പ്രായം കൂടുന്തോറും ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ കുറയുന്നു, അതുപോലെ തന്നെ ലൈംഗിക ആഗ്രഹം കുറയുന്നു. അതുകൂടാതെ അവർക്ക് ലൈംഗികമായി ബന്ധപ്പെടാനുള്ള കഴിവില്ലാതാകുന്നു. അതായത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ശേഷിക്കുറവ് വരുന്നു. ചിലർക്ക് ശീഘ്രസ്ഖലനം ഉടലെടുക്കുന്നു. അപ്പോൾ ഇത് രണ്ടും മാച്ചിങ് അല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവ വിരാമത്തിന് ശേഷം ലൈംഗികമായി ബന്ധപ്പെടുന്നതിനോട് വിമുഖത കാണിക്കാറുണ്ട്. എന്നിരുന്നാലും ഒരു പരിധി കഴിഞ്ഞാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ലൈംഗികത വീണ്ടും ഉടലെടുക്കുന്നതായി കാണാം. അവിടെയും സാമൂഹ്യമായിട്ടുള്ള ചില നിബന്ധനകൾ വരുന്നുണ്ട്. അത് ഇത്രയും പ്രായമായ സ്ത്രീ ലൈംഗികമായിട്ട് ബന്ധപ്പെടാമോ, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ലൈംഗികതയ്ക്ക് വിരാമം ഉണ്ടാകേണ്ടതല്ലേ എന്നൊക്കെ ആ സ്ത്രീ അവർ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗികത ഉണ്ടാകുകയില്ല. ഞാനൊരു കാര്യം പറയാം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത തുടക്കത്തിലൊക്കെ അതിക്രമമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി പിന്നീട് മെല്ലെ കുറഞ്ഞ് അത് ഇല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ട്. എന്നാൽ 90 വയസ്സായ പുരുഷനെയും അത്ര നിസ്സാരക്കാരനായി കാണാൻ കഴിയില്ല. അവർക്കും ലൈംഗികമായിട്ടുള്ള ഉത്തേജനവും എല്ലാം മറ്റ് അസുഖങ്ങളില്ലെങ്കിൽ ഉടലെടുക്കാറുണ്ട്. മറ്റ് അസുഖങ്ങളാണ് ഈ പ്രായം കൂടുന്തോറും ലൈംഗികത ഇല്ലാതാക്കുന്നത്. അത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ തന്നെയാണ് കണ്ടുവരുന്നത്. അസുഖങ്ങൾ ഏത് ബാധിച്ചാലും, അതായത് പ്രമേഹമാവട്ടെ, പ്രഷറാവട്ടെ, കൊളസ്ട്രോൾ ആവട്ടെ, ഇനി അതുകൂടാതെ പാർക്കിൻസൺസ് ഡിസീസ്, ആൽഷിമേഴ്സ്, ഇതൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ലൈംഗികത ഇല്ലാതായി വരുന്നുണ്ട്. ചിലപ്പോൾ പ്രായം കൂടുമ്പോൾ മാനസികമായിട്ടുള്ള ചില തകരാറുകൾ വരാറുണ്ട്, മാനിയാക് ഡിസോർഡർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ആ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ലൈംഗികത അധികരിക്കുന്നതായി കാണാം. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സർ? എങ്ങനെ ലൈംഗികത അധികരിക്കുക എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഇതിലൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു 80-85 വയസ്സുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വല്ലയിടത്തും ഒതുങ്ങിയിരിക്കുകയായിരിക്കും ചെയ്യുക. അതേസമയത്ത് ഈ പ്രായത്തിലുള്ള ചില പുരുഷന്മാർ തൻ്റെ ഭാര്യ അവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും കൊള്ളാം, ഇല്ലെങ്കിലും മരുമക്കളിലേക്കും അല്ലെങ്കിൽ അയൽവക്കത്തുള്ള സ്ത്രീകളിലേക്കുമൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ സേവനം വ്യാപിപ്പിക്കുന്നതായി കാണാം. അങ്ങനെ സേവനം വ്യാപിപ്പിക്കുന്നത് കൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ അവർ നോട്ടപ്പുള്ളിയാകുന്നു. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു. ഇതെല്ലാം
ഈ മാനസിക രോഗത്തിൻ്റെ, അതായത് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ചില മാനസിക രോഗത്തിൻ്റെ അവസ്ഥ മാത്രമാണ്. അതിന് വേണ്ട ചികിത്സ നൽകുകയാണ് വേണ്ടത്. സാർ, ലൈംഗികതയെ നിയന്ത്രിക്കുന്നത് ശാരീരിക പ്രശ്നങ്ങൾ മാത്രമല്ല, സംസ്കാരവും സാമൂഹ്യ വ്യവസ്ഥകളും സാഹചര്യങ്ങളും ഇതൊക്കെയാണോ സാർ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ലൈംഗികതയെ നിയന്ത്രിക്കുന്നത് ശാരീരികമായിട്ടുള്ള, അത് നമ്മുടെ ഹോർമോൺ ലെവല്, ന്യൂറോൺ ലെവല്, ഇതൊന്നും മാത്രമല്ല. അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ, സാംസ്കാരികം ആയിട്ടുള്ള ചില രീതികൾ, അതുപോലെ തന്നെ മതപരമായ കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം ലൈംഗികതയെ നിയന്ത്രിക്കുന്നുണ്ട്. എന്നിരുന്നാലും ബയോളജിക്കലി പറയുകയാണെങ്കിൽ, ചുരുക്കി പറയുകയാണെങ്കിൽ, സ്ത്രീക്കാണോ പുരുഷനാണോ കൂടുതൽ ലൈംഗിക വികാരമുള്ളതെന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. ഏറെക്കുറെ രണ്ടു കൂട്ടർക്കും തുല്യമായി തന്നെയാണ്. എന്നാൽ ലൈംഗിക അതിക്രമങ്ങളുടെ കാര്യത്തിൽ പുരുഷനാണ് മിക്കപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത്. സ്ത്രീകളും ലൈംഗിക അതിക്രമങ്ങൾ കാണിക്കാതെ ഇരിക്കുന്നില്ല. അത് അങ്ങനെ നിൽക്കട്ടെ. ഇനി അതുകൂടാതെ എന്താണെന്ന് വെച്ചാൽ പ്രായം കൂടുന്തോറും ലൈംഗികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും രതിമൂർച്ചയ്ക്കും ഒക്കെ വ്യതിയാനമുണ്ടാകാറുണ്ട്. എന്നിരുന്നാലും ജനനം മുതൽ മരണം വരെ നിലനിൽക്കുന്ന ഒന്നാണ് പുരുഷൻ്റെയും സ്ത്രീയുടെയും ലൈംഗിക താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ലൈംഗികതയും. അതുകൊണ്ട് നാം ഇന്നയാൾക്ക് കൂടുതലാണ്, ഇന്നയാൾക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് കുറവാണ്, പുരുഷന് കൂടുതലാണ്, അങ്ങനെയൊന്നും വിലയിരുത്തേണ്ട ഒരു ആവശ്യമില്ല. ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, അതായത് ശേഷിക്കുറവോ അല്ലെങ്കിൽ താല്പര്യക്കുറവോ, അത് സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ, അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിനുള്ള ചികിത്സ നടത്തുകയാണ് വേണ്ടത്. അതല്ലാതെ ഇതിങ്ങനെ അടിച്ചമർത്തി വെക്കേണ്ട ഒന്നല്ല. എന്താണോ, ചിലപ്പോൾ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രായം കുറച്ച് കൂടുമ്പോൾ അവർക്ക് രതിമൂർച്ച ഉണ്ടാകാത്ത ഒരു അവസ്ഥ വരാറുണ്ട്. അത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചികിത്സയ്ക്ക് വിധേയയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള രതിമൂർച്ചയിലേക്ക് തിരിച്ചു വരുവാൻ കഴിയും. ലൈംഗിക ആഗ്രഹം ഉടലെടുക്കാത്ത ചില സ്ത്രീകൾക്ക്, നേരത്തെ ഉടലെടുത്തിരുന്ന ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗിക ആഗ്രഹം നശിച്ചു പോവുകയാണെങ്കിൽ, ഇല്ലാതായി പോവുകയാണെങ്കിൽ അവർക്ക് ചികിത്സ വഴി അത് വീണ്ടെടുക്കുവാൻ കഴിയും. പുരുഷൻ്റെ കാര്യത്തിലാവട്ടെ, പ്രായം കൂടുന്തോറും ശേഷിക്കുറവ് അനുഭവപ്പെടും, ശീഘ്രസ്ഖലനം അനുഭവപ്പെടും, ലൈംഗികമായിട്ടുള്ള താല്പര്യക്കുറവ് അനുഭവപ്പെടും. ഇതിനെല്ലാം ഇന്ന് ചികിത്സയുണ്ട്. ഇത്തരം ചികിത്സകൾ നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതിലേക്ക് ഭക്ഷണം, അവരുടെ ജീവിത സാഹചര്യം ഇപ്പോൾ സാർ പറഞ്ഞല്ലോ, അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ ഈ പ്രോട്ടീൻ ലെവൽ കുറയുമ്പോൾ അങ്ങനെയൊക്കെ ഇതിൽ ബാധിക്കുന്നുണ്ടോ സാർ? ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് അങ്ങനെ പറയാമെന്നേ ഉള്ളൂ. സത്യം പറയട്ടെ, ഇന്ന് പട്ടിണി എന്നുള്ളത് അങ്ങനെയൊന്നുമില്ല. സാധാരണ രീതിയിൽ നമുക്ക് സമീകൃത ആഹാരം തന്നെയാണ് ഇന്ന് കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടല്ല, മറ്റ് അസുഖങ്ങൾ ബാധിക്കുന്നതുകൊണ്ടാണ് കൂടുതലായും ഇത് വരുന്നത്. പിന്നെ ആഹാര രീതിയിൽ അമിതാഹാരമാണ് ലൈംഗികത ഇല്ലാതാക്കുന്നതെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം പ്രോട്ടീൻ്റെ കുറവോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈറ്റമിൻസിൻ്റെ കുറവോ ഒന്നുമല്ല ഇന്നത്തെ പ്രശ്നങ്ങൾ. ഇന്ന് സാധാരണ രീതിയിൽ മനുഷ്യൻ ആഹാരം കൂടുതൽ കഴിക്കുന്നു, അതുകൊണ്ട് തടി കൂടുന്നു, പ്രമേഹം വരുന്നു, പ്രഷർ വരുന്നു, മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങളാണ് ശരിക്കും ലൈംഗികത ഇല്ലാതാക്കുന്നതും ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയ്ക്കുന്നതുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞതിൽ മതപരമായിട്ട് ഇതിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ? ശരിക്കും മതപരമായിട്ട് ശക്തമായ ഇൻഫ്ലുവൻസ് ഉണ്ട് ലൈംഗികതയിൽ. എന്നാലും അതിന് ഹോർമോൺ ലെവലും കാര്യങ്ങളൊക്കെ കൂടി നിൽക്കുകയാണെങ്കിൽ ചിലരൊക്കെ അതിനെ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് വരുന്നതായും കാണുന്നുണ്ട്. മതം, സംസ്കാരം, സാമൂഹ്യ വ്യവസ്ഥകൾ, ഇതെല്ലാം തന്നെ ലൈംഗികതയെ ബാധിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ലൈംഗികതയെ ബാധിക്കാതിരിക്കുന്ന ഒരു ഘടകവും അതിനകത്തില്ല. ലൈംഗികത ഒരൊറ്റ, അതായത് നമ്മുടെ ഹൃദയമിടിപ്പ് പോലെ ഒന്നല്ല. ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുവാൻ നമുക്ക്, അതായത് ഹൃദയമിടിപ്പ് ഇപ്പോൾ 72-ലാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതേസമയത്ത് ലൈംഗികതയുടെ കാര്യത്തിലല്ല, പല നിയന്ത്രണങ്ങൾ അവിടെ വരുന്നുണ്ട്. സ്ത്രീ ലൈംഗികതയും പുരുഷ ലൈംഗികതയും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. അതുപോലെ തന്നെ സ്ത്രീ ലൈംഗികതയും പുരുഷ ലൈംഗികതയിലും ചില വ്യത്യാസങ്ങൾ നാം കാണുകയുണ്ടായി. അതുപോലെ തന്നെ രോഗങ്ങളും, അതായത് ചില അവസ്ഥകളും സ്ത്രീ ലൈംഗികതയിലും പുരുഷ ലൈംഗികതയിലും നാം കാണുകയുണ്ടായി. അത്തരം പ്രശ്നങ്ങൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചികിത്സയ്ക്ക് വിധേയരാകണം. ഇങ്ങനെ ചികിത്സയ്ക്ക് വിധേയരാകുകയാണെങ്കിൽ മാരകമായ മറ്റു രോഗങ്ങൾ, അതായത് ലൈംഗിക പ്രശ്നങ്ങൾ മിക്കപ്പോഴും ഏതെങ്കിലും ഒരു മാരക രോഗത്തിൻ്റെ ലക്ഷണമാകാം. ഹൃദ്രോഗത്തിൻ്റെ, പ്രമേഹത്തിൻ്റെ, അതുപോലെ തന്നെ പ്രഷറിൻ്റെ,
ഇനി കൂടാതെ അൽഷിമേഴ്സ്, പാർക്കിൻസോണിസം, അർബുദം ഇങ്ങനെയുള്ള മാരക രോഗങ്ങളുടെ പ്രതിഫലനമാണ് ചിലപ്പോൾ ലൈംഗിക പ്രശ്നങ്ങൾ. അതുകൊണ്ട് പ്രായമായല്ലോ എന്ന് കരുതി നാം ലൈംഗിക പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഏത് പ്രായത്തിലുള്ളവർക്കും, സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ, ലൈംഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു സ്ഥാപനമാണ് ISRM. ISRMൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.